എം ജയചന്ദ്രൻ, അതായത് ഈ അടിയന്തര പ്രമേയങ്ങൾ വലിയ ആവേശത്തോടു കൂടിയാണ് പ്രതിപക്ഷം കൊണ്ടുവന്നത്. പക്ഷേ ചർച്ച ചെയ്യാം, തങ്ങളുടെ മടിയിൽ കനമില്ല, അതുകൊണ്ട് തങ്ങൾക്ക് ഈ വസ്തുതകൾ ജനങ്ങൾക്ക് മുന്നിൽ പറയാം എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് സർക്കാർ ഈ 3 അടിയന്തര പ്രമേയങ്ങളുടെ മുകളിലൂടെയും നടന്നു നീങ്ങിയത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്നത് പ്രതിപക്ഷമാണ് അനുഭവിക്കുന്നത്. അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചകളിലുള്ള വീഴ്ചകൾ മാത്രമല്ല, ഇപ്പോഴിതാ ഈ പറഞ്ഞതുപോലെ പിന്നിലാവായി എത്തുകയാണ് ചരിത്രം. ശ്രീ എം ജയചന്ദ്രൻ. അജിംഷാദ്, ഈ പ്രശ്നത്തിൽ, ഈ അടിയന്തര പ്രമേയത്തിൻ്റെ പ്രശ്നത്തിൽ പൊതുവിൽ നമ്മൾ പ്രധാനമായും കാണേണ്ട ഒരു വസ്തുത ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് 15ാം നിയമസഭയാണല്ലോ. 15ാം നിയമസഭയുടെ 14ാം സമ്മേളനവുമാണിത്. എന്നാൽ 2021 മുതൽ ഇതുവരെയുള്ള കണക്കെടുക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആകെ അവതരിപ്പിച്ചിരിക്കുന്നത് 15 അടിയന്തര പ്രമേയങ്ങളാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഇതുവരെ ഒരു ഗവൺമെൻറ്റും, അത് ഇതുവരെ തന്നെ 30 എണ്ണമേ ഉള്ളൂ, ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 5 അടിയന്തര പ്രമേയങ്ങൾ വന്നു. അല്ല, 16, 21 വരെ 5 എണ്ണേ വന്നുള്ളൂ. ഇപ്പോൾ ഇതുവരെ തന്നെ 15 എണ്ണം ആയിക്കഴിഞ്ഞു. താങ്കൾ പറഞ്ഞത് ശരിയാണ്, മൊത്തത്തിൽ നോക്കിയാൽ അത്രമേ ആയിട്ടുള്ളൂ. ഇതാണ് ചരിത്രം. അപ്പോൾ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാധാന്യം വരുന്നത് എങ്ങനെയാണെന്നറിയാം. അല്ല, അതിനൊരു പ്രാധാന്യം വരുന്നത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് നിയമസഭ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും പറയാറുള്ളത്. അതാണ് വസ്തുതയും. ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ജനാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുക, വ്യാഖ്യാനം ചെയ്യുക എന്നുള്ള ആ ഒരു എക്സസൈസിൽ എന്ന് പറഞ്ഞാൽ നിയമസഭയുടെ ഏറ്റവും ഉന്നതമായ ഒരു അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിലവിലുള്ള ഗവൺമെൻറ് ഈ അടിയന്തര പ്രമേയങ്ങൾക്ക് അനുമതി കൊടുക്കുന്നത് എന്നുള്ളതാണ് അടിവരയിടേണ്ട സവിശേഷതയായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം ഈ പ്രതിപക്ഷം എന്ന് പറയുന്നതും ജനപ്രതിനിധികൾ തന്നെയാണ്. ആകെ 140 പേരാണല്ലോ ഉള്ളത്. ഈ 140 പേര് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അടിയന്തര പ്രമേയത്തിൽ ഉയർത്തുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന ഒരു അടിയന്തര പ്രമേയത്തിനോടും നോ പറയണ്ട, അതെല്ലാം ജനങ്ങൾ അറിയട്ടെ, പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കപ്പെടട്ടെ എന്ന് കാണുന്ന ആ ഒരു നിലപാടാണ് ജനാധിപത്യത്തിൻ്റെ ഉന്നത മൂല്യം ഈ ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ അടിയന്തര പ്രമേയത്തിൽ ആദ്യത്തെ ദിവസം പോലീസിനെതിരായിട്ടുള്ള പോലീസ് അതിക്രമം എന്നുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് റോജി എം ജോണും, 2ാം ദിവസം മറ്റേ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ലീഗിലെ ഷംസുദ്ദീനും, 3ാമത്തെ ദിവസം ഇന്ന് ആ പ്രമേയം അവതരിപ്പിക്കുന്നത് കോൺഗ്രസിലെ PC വിഷ്ണുനാഥുമാണ്. ഈ 3 സന്ദർഭങ്ങളിലും 3 ദിവസങ്ങളിലും ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഉത്തരവാദിത്വവും ഗൗരവവും പ്രശ്നങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു ഡീപ്പർ എക്സ്കവേഷൻസ് എന്ന് നമ്മൾ പറയാവുന്ന ആഴത്തിൽ ഖനനം ചെയ്തെടുത്താണ് ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അത്തരത്തിലുള്ളൊരു ഡീപ്പർ എക്സ്കവേഷൻസ് ഒന്നും നടത്താത്ത ഈ അടിയന്തര പ്രമേയ അവതാരകരെയാണ് നമ്മൾ കാണുന്നത്, ഈ 3 ദിവസങ്ങളിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിന് അവരുടെ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുക വളരെ എളുപ്പമാവുന്ന നിലയിലാണ് അവിടെ കണ്ടതും. ഈ അടിയന്തര പ്രമേയ അവതാരകരുടെ പ്രമേയ അവതരണത്തിന് പിന്നാലെ വന്ന ഈ പ്രതിപക്ഷാംഗങ്ങളെല്ലാം നടത്തുന്ന പ്രകടനങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് പരമദയനീയമായിരുന്നു എന്നുള്ള നിലയിലാണ് ഞാൻ കണ്ടത്, ഓരോ പ്രതിപക്ഷ അംഗത്തിൻ്റെയും പ്രകടനം കണ്ടത്. അത് കണ്ട മറ്റുള്ളവർക്കും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന അവലോകനങ്ങൾ, ഈ UDF അനുകൂല മുഖ്യധാര പത്രങ്ങളടക്കം ഇക്കാര്യത്തിൽ എഴുതിയ റിപ്പോർട്ടുകൾ മാത്രം, അല്ലെങ്കിൽ നിയമസഭാ അവലോകനങ്ങൾ മാത്രം നോക്കിയാൽ മതി അതിൻ്റെ ഈ ആശയദാരിദ്ര്യം എത്രത്തോളം വലുതായിരുന്നു എന്ന് കാണാനായിട്ട്. ഇനി നിജേഷ് ഇവിടെ പറഞ്ഞ കാര്യം, വീണ ജോർജിനെ ഞാൻ അഭിനന്ദിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. എനിക്ക് തിരിച്ചൊറ്റ ചോദ്യമേ ഉള്ളൂ, വീണ ജോർജിനെ എന്നല്ല, പിണറായി വിജയൻ ഉൾപ്പെടുന്ന ഈ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ നാളിതുവരെ? പിന്നെ ആ നിങ്ങളുടെ നിന്നാണോ ഇനി വീണ വിജയനെ വീണ ജോർജിനെ അംഗീകരിക്കില്ല എന്നുള്ളൊരു പ്രയോഗം വന്നാൽ ആർക്കാണ് അതിൽ ആശ്ചര്യം തോന്നുക? നിജേഷ് അരവിന്ദ്, ഒരാൾക്കും ആശ്ചര്യം തോന്നില്ല. കാര്യം നിങ്ങളുടെ നിലപാട്
അന്ധമായി എതിർക്കുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് എത്രയോ തവണകളായി തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതിന് ഒരു മാറ്റവും ഇനിയും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നതേ ഇല്ല. ഇത്രയും മാസങ്ങൾ കഴിഞ്ഞില്ലേ, ഇനി എത്ര മാസമുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരാനായിട്ട്? ഇനിയുള്ള മാസങ്ങൾ നിങ്ങൾ അംഗീകരിക്കാൻ പോകുന്നു? കൂടുതൽ ദുഷ്ടലാക്കോടെ ഇത്തരത്തിലുള്ള ഇതുപോലുള്ള ഉണ്ടയില്ലാ വെടികൾ പായിച്ചുകൊണ്ടേ ഇരിക്കാനായിരിക്കും നിങ്ങളുടെ വിധി എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ഇനി പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അജിംഷാദ് കാണിച്ചത്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അജിംഷാദ് പറയുന്നത്, വി.ഡി. സതീശൻ്റെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഉദ്ഘാടനം ഇനി വേറെ കാണിക്കേണ്ടതില്ലെന്ന്, അതിൻ്റെ ആവശ്യമില്ല. കാര്യം അദ്ദേഹം പറഞ്ഞത് എന്താണ്? മന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ്, ഞാൻ അവിടെ നിലവിളക്ക് കൊളുത്തുക മാത്രമേ ചെയ്തുള്ളൂ, മറ്റൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണല്ലോ അജിംഷാദ് അത് കാണിച്ചത്, ആ വീഡിയോ കാണിച്ചത്. അത് തെറ്റാണ്. അങ്ങനെ വി.ഡി. സതീശൻ പറഞ്ഞതല്ല, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എന്ന ഭാഗ്യത്തിൽ നിജേഷ് അരവിന്ദ് പറഞ്ഞില്ല. അപ്പോൾ ആ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹത്തിന് തന്നെ ചോദിക്കാൻ തോന്നുന്നത്. അല്ലാതെ നമ്മൾ പറഞ്ഞത് എന്താണ്? വി.ഡി. സതീശൻ പറഞ്ഞത് മന്ത്രി പറയുന്നത് പച്ചക്കള്ളം, ഞാൻ അവിടെ നിലവിളക്ക് കൊളുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വീഡിയോ കൈരളി TV ഇപ്പോൾ കാണിച്ചപ്പോഴോ അതിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്, ശ്ലാഘിക്കുകയാണ്, ഇങ്ങനെ വേണം പെരുമാറാനെന്ന് പ്രവർത്തിക്കാനെന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നിട്ടും ഇതൊന്നും നടന്നിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ തലയിൽ ആർക്കാണ് വെളിച്ചം വീഴ്ത്തി കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നിജേഷിനെ പോലുള്ളവരാണ് ആലോചിക്കേണ്ടത്. അത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ നിലവിളക്ക് കൊളുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക ഇതിനൊക്കെ നിജേഷേ? എന്താണ് ഇതിനൊക്കെ നമ്മൾ പറയുക? നമ്മളെല്ലാവരും മലയാളം സംസാരിക്കുന്നവരാണല്ലോ. അദ്ദേഹം സംസാരിക്കുന്നത് മലയാളത്തിൽ തന്നെയാണ്, നമ്മളത് കാണുകയാണ്. ഇതുതന്നെയാണ് ഓരോ കാര്യങ്ങളും പ്രതിപക്ഷം അനുവർത്തിക്കുന്നത്, അങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ താങ്കൾ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു പോലീസിൻ്റെ അതിക്രൂരമായ മർദ്ദനങ്ങൾ. പക്ഷേ നിജേഷിനടക്കം, പ്രതിപക്ഷ നേതാവിനടക്കം, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമല്ല UDFൻ്റെ ആർക്കെങ്കിലും പരാതിയുണ്ടോ പോലീസിൽ ഈ തരത്തിൽ? ഇപ്പം പുറത്തു വന്ന വീഡിയോയിൽ, സുജിത്തിൻ്റെ അടക്കം പുറത്തു വന്ന വീഡിയോയിൽ ഏതെങ്കിലും ഭരണകക്ഷി നേതാവ്, CPM നേതാവ് എന്നുള്ളതല്ല, ഏതെങ്കിലും ഭരണകക്ഷി നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഈ ക്രൂരതകൾ കാണിച്ചത് എന്ന് നിജേഷിനുൾപ്പെടെ കേരളത്തിലെ ഒരു UDF നേതാവിനും പ്രവർത്തകനും പരാതിയില്ലെന്നേ. അത് പോലീസ് കാണിച്ച ക്രൂരതയായിട്ടാണ് നിങ്ങൾ ഇവിടെയും ആവർത്തിച്ച് പറയുന്നത്, അല്ലേ? അപ്പോൾ അതൊരു രാഷ്ട്രീയ നിർദ്ദേശപ്രകാരമുള്ള മർദ്ദനമല്ല എന്നുള്ളതിന് ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. ഇതിനേക്കാളും കൂടുതൽ തെളിവും വേണ്ടല്ലോ. പോലീസിൻ്റെ ഒരു അബറേഷനാണ്. ആ ഒരു വ്യതിയാനത്തിന് ഏതാണ്? പക്ഷേ ശിവഗിരിയിലും മുത്തങ്ങയിലുമോ ഏതാണ്? അല്ല, അത് പറഞ്ഞാൽ അജിംഷാദെ, അതൊരു ആന്റണി ചെയ്തൊരു കടുങ്കൈ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി അവിടെയും ഏറെക്കാലം മുടിചൂടാ മന്നനായി വാണ AK ആന്റണിയെ പോലെയുള്ളൊരു പ്രതിഭ, രാഷ്ട്രീയ പ്രതിഭ ഇന്നലെ ചാനലുകൾക്കും വാർത്താലേഖകർക്കും മുമ്പിലിരുന്ന് അങ്ങനെ നുണ തട്ടി വിടുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഇത്രയും കാലം അദ്ദേഹം ആർജിച്ചു എന്ന് പറയുന്ന രാഷ്ട്രീയ പൈതൃകത്തിൻ്റെ ഒസ്യത്ത് എന്നുള്ളത് പോലും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഈ മനുഷ്യനെ അറിയുന്നില്ലേ? ശിവഗിരിയിൽ സംഭവിച്ചത് എന്തായിരുന്നു? ശിവഗിരിയിൽ സംഭവിച്ചത് RSSൻ്റെ ചട്ടുകമായി ആന്റണി എന്നുള്ളതല്ലേ? പച്ചയ്ക്ക് പറഞ്ഞാൽ ആന്റണി RSSൻ്റെ ചട്ടുകമായി തീർന്നു.